ഒരു മഴ പെയ്താൽ 6 കര കവിഞ്ഞ റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന പാലാ ഈരാറ്റുപേട്ട റോഡിലെ മൂന്നാനി ഭാഗത്ത് റോഡ് ഉയർത്തുന്നതിനുള്ള നടപടികൾ മന്ദഗതിയിൽ. സർക്കാർ ആവശ്യമായ ഫണ്ട് അനുവദിച്ചാൽ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്നും അടുത്ത സംസ്ഥാന ബജറ്റിൽ ഇതിനാവശ്യമായ തുക അനുവദിക്കണമെന്ന് ശുപാർശ ചെയ്യുമെന്നും മാണി സി കാപ്പൻ MLA അറിയിച്ചു. വർഷങ്ങളായി പ്രദേശവാസികൾ ഉയർത്തുന്ന ആവശ്യത്തിന് ഇതുവരെയും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 100 രൂപ ടോക്കൺ തുക മാത്രമാണ് അനുവദിച്ചത്. തുടർന്ന് മാണി സി കാപ്പൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് വിശദമായ പഠനം നടത്താൻ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടെ റോഡിന് സമീപമുള്ള പാടങ്ങൾ വ്യാപകമായി നികത്തി കെട്ടിടങ്ങൾ ഉയർന്നതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ പ്രധാന കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മഴ ശക്തമായാൽ റോഡിൽ പെട്ടെന്ന് വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും ഹരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിലേക്കും പോകുന്ന യാത്രക്കാരും സമീപത്തെ കോടതി സമുച്ചയത്തിലെത്തുന്നവരും ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സമയങ്ങളിൽ ഇടുങ്ങിയ ഇടവഴികളെയാണ് വാഹനയാത്രക്കാർ ആശ്രയിക്കേണ്ടി വരുന്നത്. റോഡ് ഉയർത്തണമെന്നത് പതിറ്റാണ്ടുകളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണെന്ന് പാലാ നഗരസഭാംഗം സിജി ടോണി പറഞ്ഞു. ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ പദ്ധതി എത്രയും വേഗം നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം റോഡ് ഉയർത്തുന്നതിന് മുൻപ് അതിന്റെ പ്രായോഗിക വശങ്ങളും വെള്ളത്തിന്റെ ഒഴുക്കിലുണ്ടാകാവുന്ന മാറ്റങ്ങളും സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുകയും നാട്ടുകാരുടെ അഭിപ്രായം തേടുകയും വേണമെന്ന് നഗരസഭാംഗം ടോണി തെക്കേക്കര അഭിപ്രായപ്പെട്ടു. പാലാ നഗരസഭയിൽ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലം നമ്മുടെ ചെത്തിമറ്റം മൂന്നാനി പ്രദേശമാണ്. ആ ചെത്തിമറ്റത്തെ വാർഡ് കൗൺസിലറാണ് ഞാൻ. അവിടെ ഏറ്റവും ആദ്യം വെള്ളം കയറി കഴിയുമ്പോൾ വീടുകളിലേക്കെല്ലാം കയറി റോഡ് മൊത്തം ബ്ലോക്കായി കഴിയുമ്പോഴേക്കും കോടതി വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പാലാ ഈരാറ്റുപേട്ടയിലെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ റോഡ് ഉയർത്തുമ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പറയാം വിശകലനം നടത്തി വേണം റോഡ് ഉയർത്താൻ. കാരണം നാട്ടുകാർ ഒരു ദൂരീകരിക്കുന്ന ഒരു പ്രശ്നമാണത്. ആ പ്രശ്നത്തിന് നാട്ടുകാരോടും കൂട്ടി ഇതെന്ത് ചെയ്യണം അത് ഒരു വിശകലനം നടത്തി മാത്രമേ അങ്ങനെയുള്ളൊരു റോഡ് പൊക്കൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. i4 ന്യൂസ് പാലാ.